കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്ന കഥ ചിലന്തി പഠിപ്പിച്ച പാഠം. ഒരിക്കൽ സമൃദ്ധി നിറഞ്ഞ ഒരു രാജ്യം ഭരിച്ചിരുന്നത് വീരസിംഹൻ എന്നു പേരായ ഒരു മഹാരാജാവായിരുന്നു. വീരതയിലും ധൈര്യത്തിലും വളരെ പ്രശസ്തനായ രാജാവായിരുന്നു വീരസിംഹൻ. വീരസിംഹ മഹാരാജാവിൻ്റെ ഭരണത്തിൽ രാജ്യത്തെ ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു. അങ്ങനെയിരിക്കെ യുദ്ധത്തിൻ്റെ കറുത്ത മേഘങ്ങൾ രാജ്യത്താകെ പടർന്നു. രാജ്യമെങ്ങും യുദ്ധഭീതിയിലായി. മഹാരാജാവ് സഭ വിളിച്ചു ശത്രു രാജ്യത്തെ നേരിടേണ്ടത് എങ്ങനെയെന്ന് ചർച്ച ചെയ്തു. ശത്രുക്കളെ നേരിടുന്നതിനുള്ള പദ്ധതികൾ രാജാവും മന്ത്രിമാരും ചേർന്ന് തയ്യാറാക്കി. തുടർന്ന് നല്ല ആത്മവിശ്വാസത്തോടു കൂടി സൈന്യത്തെ മുന്നോട്ട് നയിച്ച രാജാവ് യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു. ആയിരക്കണക്കിന് സൈനികർ, ഉയർന്ന പതാകകൾ. രാജ്യത്തിൻ്റെ ഭാവി ആ യുദ്ധത്തിൽ തീരുമാനിക്കപ്പെടാനിരിക്കുകയായിരുന്നു. എന്നാൽ യുദ്ധം ഭയാനകമായിരുന്നു. ആയിരക്കണക്കിന് പടയാളികൾ യുദ്ധഭൂമിയിൽ മരിച്ചു വീണു. സൈന്യത്തിൻ്റെ അംഗബലം കുറഞ്ഞു വന്നു. പടനായകന്മാർ ശത്രുക്കളോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അടിപതറുന്ന കാഴ്ചകൾ കണ്ടു. യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത പലരും ശത്രുക്കളുടെ വാളിനിരയാകുന്ന കാഴ്ചകൾ കണ്ടു. കുതിരകളും പടത്തലവന്മാരും മരിച്ചു വീഴുന്ന കാഴ്ചകൾ. മൂടിക്കെട്ടിയ ആകാശത്തിനടിയിൽ യുദ്ധഭൂമി വിറച്ചു നിന്നു. കുതിരകളുടെ കുളമ്പടി ശബ്ദവും വീരന്മാരുടെ ആക്രോശവും കൊണ്ട് അന്തരീക്ഷം ശബ്ദമുഖരിതമായി. ഉയർന്നു പൊങ്ങിയ പൊടിപടലങ്ങൾ സൂര്യനെ മറച്ചു. കീറിയ പതാകകൾ പാറിക്കളിച്ചു. വീരസിംഹ മഹാരാജാവ് ശത്രുക്കളോട് വളരെ ധീരമായി തന്നെ പോരാടി. ഒരു ഘട്ടത്തിൽ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്നൊരു പ്രതീതി വരെ ഉണ്ടായി. ക്രമേണ യുദ്ധത്തിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരുന്നു. ശത്രുക്കൾ മുന്നേറി തുടങ്ങി. രാജാവ് നന്നായി യുദ്ധം നയിച്ചു. ശത്രു സൈന്യത്തിൻ്റെ ചടുലമായ നീക്കത്തിൽ വീരസിംഹ മഹാരാജാവിന് അടിപതറി. ശത്രുക്കൾ അദ്ദേഹത്തെ വീഴ്ത്തി. എങ്കിലും ശത്രുക്കളുടെ പിടിയിൽപ്പെടാതെ അദ്ദേഹം യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്തു. നിബിഡമായ ഒരു വനത്തിൽ അദ്ദേഹം എത്തപ്പെട്ടു. ശരീരമാസകലം മുറിവേറ്റ് രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിലും അദ്ദേഹം ധൈര്യം കൈവിടാതെ മുന്നോട്ട് നീങ്ങി. നിബിഡമായ വനത്തിൽ അഭയത്തിനായി അദ്ദേഹം ചുറ്റും പരതി. ഒരു വലിയ ഗുഹ മഹാരാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മഹാരാജാവ് സാവധാനം ആ ഗുഹയ്ക്കകത്തേക്ക് കിടന്നു. അവിടെ കണ്ട കല്ലിന് മുകളിലായി അദ്ദേഹം ഇരുന്നു. മഹാരാജാവ് വളരെയധികം ക്ഷീണിതനും അതീവ ദുഃഖിതനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിരാശ നിറഞ്ഞിരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് തോന്നിപ്പോയ ആ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചെറിയ ഒരു ചിലന്തിയിലേക്ക് പോയി. ചിലന്തി വല കെട്ടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് താഴെ വീണുപോയി. അതീവ കൗതുകത്തോടു കൂടിയും അതിലേറെ അത്ഭുതത്തോടു കൂടിയും ചിലന്തിയെ നോക്കി അദ്ദേഹം ഇരുന്നു. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ചിലന്തി താഴെ വീണുപോയി. എന്നാൽ അത് ഒട്ടും തന്നെ പിന്മാറിയില്ല. മാത്രമല്ല, വീണ്ടും മുകളിലേക്ക് കയറി തുടങ്ങി. വീണ്ടും അത് മറുവശത്തേക്ക് ചാടി. ഇത്തവണ അവിടെ എത്തപ്പെട്ടു. പല പ്രാവശ്യം വീണുപോയിട്ടും ഒരിക്കൽ പോലും ചിലന്തി പിന്മാറിയില്ല. ഒടുവിൽ ചിലന്തിയുടെ ചെറുതായ ആ പരിശ്രമം വലിയ വിജയമായി മാറി. സൂര്യകിരണങ്ങളാൽ തിളങ്ങുന്ന മനോഹരമായ ഒരു വല ചിലന്തി നെയ്തെടുത്തു. ഒരു ചെറു ജീവിയുടെ വലിയ വിജയകഥ. മഹാരാജാവിൻ്റെ ഹൃദയം പ്രകമ്പനം കൊണ്ടു. ഇത്രയും ചെറിയ ജീവിക്ക് ഇത് കഴിയുമെങ്കിൽ എനിക്കെന്തുകൊണ്ട് കഴിയില്ല? അവൻ്റെ കണ്ണുകളിൽ വീണ്ടും തീ ജ്വലിച്ചു. മനസ്സ് തുടികൊട്ടി. മനസ്സിൽ പ്രതീക്ഷയുടെ ദീപം തെളിഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസം മഹാരാജാവിൻ്റെ മുഖത്ത് നിഴലിച്ചു. തന്ത്രപരമായ നീക്കങ്ങളോടെ വീണ്ടും യുദ്ധത്തിലേക്ക്. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല, ആത്മവിശ്വാസം അവൻ്റെ കൂടെയുണ്ട്. വിജയലഹരിയിൽ മതിമറന്ന ശത്രുക്കൾ ഈ സമയം ആഘോഷത്തിലായിരുന്നു. രഹസ്യമായ നീക്കത്തിലൂടെ മഹാരാജാവ് സൈന്യത്തെ നിയന്ത്രിച്ചു. ശത്രുക്കളുടെ ഇടയിലേക്ക് മഹാരാജാവിൻ്റെ സൈന്യം ഇരച്ചു കയറി. അപ്രതീക്ഷിതമായ നീക്കത്തിൽ ശത്രു സൈന്യം പിന്തിരിഞ്ഞൊഴി. ശത്രു രാജ്യങ്ങൾ കീഴടങ്ങി. തന്ത്രപരമായ നീക്കവും വിശ്വസ്തരായ ജനങ്ങളും ചേർന്ന് രാജ്യത്തെ വീണ്ടെടുത്തു. ശത്രു രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ ബുദ്ധിപരമായ നീക്കം കൊണ്ട് സാധിച്ചു. അതിഭയാനകമായ അവസ്ഥയിൽ നിന്ന് രാജ്യം രക്ഷപ്പെട്ടു. ശത്രുക്കളാൽ ബന്ധിക്കപ്പെട്ട രാജകുമാരിയും മന്ത്രിമാരും മോചിതരായി. രാജ്യം വീണ്ടും സ്വതന്ത്രമായി. ആഘോഷങ്ങളുടെ നടുവിൽ വീരസിംഹ മഹാരാജാവ് രാജസിംഹാസനത്തിലിരുന്നു. മഹാരാജാവിൻ്റെ മുഖത്ത് വിജയത്തിൻ്റെ ചിരി, ആത്മവിശ്വാസത്തിൻ്റെ ചിരി. രാജ്യമെങ്ങും സന്തോഷം കളിയാടി. ഒരു ചിലന്തി പഠിപ്പിച്ച പാഠം ഒരു രാജ്യത്തിൻ്റെ ഭാവി തന്നെ മാറ്റി. ജീവിതത്തിൽ വീഴ്ചകൾ സ്വാഭാവികമാണ്. പക്ഷേ പിന്മാറാതെ വീണ്ടും ശ്രമിക്കുന്നവർക്കാണ് വിജയം. എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്തു നിന്ന് വലിയ വിജയത്തിലേക്കുള്ള പാത തുറന്നു. ഇത്തരത്തിലുള്ള ഗുണപാഠ കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.